ഹായ് ഗൈസ്. സോ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു റിവിഷൻ ടെസ്റ്റ് പോലെയാണ്. ലൈക്ക് നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ള ചെറിയൊരു 6 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എല്ലാം ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങളത് ആൻസർ ചെയ്യണം. കാരണം ഇതുവരെയുള്ള ടോപ്പിക്കിൽ നിങ്ങൾ ക്ലിയർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറസ്പോണ്ടിങ് ടോപ്പിക്ക് ഗോ ത്രൂ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എവിടെയാണ് ലൈക്ക് ഇൻകറക്റ്റ് ആൻസർ വരുന്നതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ കറസ്പോണ്ടിങ് ടോപ്പിക്ക് ഗോ ത്രൂ ചെയ്തിട്ട് ആ ടോപ്പിക്ക് ഒന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ, സോ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കുന്നില്ല കറൻ്റ്ലി, നിങ്ങൾ തന്നെ ആൻസർ ചെയ്യുക. സോ ഫസ്റ്റ് നമ്പർ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ഓപ്ഷൻസ് കറസ്പോണ്ടിംഗ്ലി നിങ്ങൾ വായിക്കുക. എന്നിട്ട് ഇതിൽ ഏത് ആൻസർ എന്ന് വെച്ചാൽ നിങ്ങളിവിടെ ആൻസർ ചെയ്യുക. ഇതിൻ്റെ അവസാനം ഞാൻ ആൻസർ ചെയ്ത് തരുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നിങ്ങൾ കൊടുത്ത ആൻസർ ഞാൻ തന്ന ആൻസറും കറക്റ്റാണോ എന്നുള്ളത്, ശരി തന്നെയാണോ എന്നുള്ളത്. ഇൻ കേസ് ഇൻകറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളത് ജസ്റ്റ് ആ ടോപ്പിക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്ത് ഒന്ന് തറവെക്കാം. ഓക്കെ, സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് വായിച്ചോളൂ. എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസും വായിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്തോളൂ. ഓക്കെ, സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി ഇൻ കേസ് ടൈം കിട്ടില്ല എന്നെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ കടക്കുകയാണ്. നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ വായിച്ചിട്ട് ഓപ്ഷൻസും വായിച്ചിട്ട് ഏതാണെന്ന് വെച്ചാൽ കറക്റ്റ് ആൻസർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്ത് വയ്ക്കുന്നു. സെയിം വേ ലൈക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക, എന്നിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, സോ മൂന്നാമത്തെയും കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഞാൻ നാലാമത്തെ ഒന്ന് ആൻസർ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ടൈം അധികം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ആൻസർ ചെയ്യുക. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഒന്ന് ആൻസർ ചെയ്യുക. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആറാമത്തെയും കൂടി ഒന്ന് ആൻസർ ചെയ്യുക. ഓക്കെ, ഞാൻ ആൻസർ ചെയ്ത് കഴിക്കണു. ഇനി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ആൻസേഴ്സൊക്കെ പറയാം. സോ വേരിയബിൾ എന്താണെന്നുള്ളത്. ഓക്കെ, സോ വേരിയബിൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു ഡാറ്റ കണ്ടെയ്നറാണ്. നമുക്ക് വേരിയബിളിൽ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. പ്രോഗ്രാം എക്സിക്യൂഷനിൽ വരുമ്പോൾ നമുക്ക് വാല്യൂസൊക്കെ ഡാറ്റയൊക്കെ വേരിയബിളിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ ബി ആണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ ബി ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കോൺസ്റ്റൻ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, കോൺസ്റ്റൻറ്റ് നമ്മൾ പറഞ്ഞു നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് കോൺസ്റ്റൻറ്റിൽ. സോ അതിൻ്റെ ആൻസർ ബി തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തത് നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ് ഇതിലേതാണ് വേരിയബിൾ ഏതാണ് ഡാറ്റ എന്നുള്ളത് നമ്മൾ ഗോ ത്രൂ ചെയ്യണം. സോ ഇതിൽ യൂസറേജ് എന്നുള്ളത് വേരിയബിളാണ്. ഓക്കെ, 30 എന്നാണ് ഡാറ്റ. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. ഓക്കെ, ഇനി നാലാമത്തെ നമുക്ക് നോക്കാം. നാലാമത്തേൽ ഈ സ്നിപ്പറ്റ് നമുക്ക് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഡ് നമ്മൾ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെയിം റിസൾട്ട് കിട്ടുമെന്നാണ് നമുക്ക് ഉത്തരം. ചിലപ്പോൾ ഒന്ന് കിട്ടുമെന്ന് പറയുന്നു, പിന്നെ വേരിയബിൾ മാത്രം യൂസ് ചെയ്താലേ കിട്ടുള്ളൂ എന്ന് പറയുന്നു, പിന്നെ കിട്ടില്ല എന്ന് പറയുന്നു. സോ ഇതിൻ്റെ ആൻസർ വന്നിട്ട് കിട്ടും ആക്ച്വലി. ഓക്കെ, സോ ഇതിൽ ഏജ് എന്ന് പറഞ്ഞാൽ 30 ആണ്. സോ 30 ആണ് ഇവിടെ അലർട്ടിൽ 30 പ്രിൻ്റ് ആവും. അവിടെ ഡയറക്റ്റ് 30 കൊടുത്തു എന്നുള്ളൂ. സോ ആൻസർ കിട്ടും ആക്ച്വലി രണ്ടാണെങ്കിലും. ഓക്കെ, പിന്നെ നമുക്ക് വെഡു വിന്നിയുടെ വേരിയബിൾ അഞ്ചാമത്തെ നമുക്ക് നോക്കാം. ഓക്കെ, ഏജ് 30 നമ്മൾ കൊടുത്തു. ഇവിടെ അലർട്ട് ചെയ്യുന്നു, നമ്മൾ അലർട്ട് കൊടുത്തു. വേരിയബിൾ എന്തിനാണ് ആവശ്യം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിൽ ആൻസർ വരുന്നത് ഇതാണ്. വേരിയബിൾ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് പ്രോഗ്രാം എക്സിക്യൂഷനിലൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മൾ സെക്കൻഡ് സ്ലിപ്പിൽ ഇവിടെ ഹാർഡ് കോഡ് കൊടുത്തിരുന്നത്. സോ അത് ആക്ച്വലി അത് ഓപ്ഷനേ അല്ല. ഓക്കെ, സോ അഡീഷണലി സെയിം വേരിയബിൾ മൾട്ടിപ്പിൾ പ്ലേസസ്. സോ സെയിം വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ പ്ലേസസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഈ വേരിയബിൾ എന്താ വെച്ചാൽ ഈ വേരിയബിൾ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇവിടെയാണ് ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ അവിടെ മാത്രം ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ പ്ലേസസിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ യൂസിങ് എ വേരിയബിൾ അലൗസ് ടു റെഫർ ടു ദറ്റ് വേരിയബിൾ ആൻഡ് ഓൺലി ചേഞ്ച് ദി വാല്യൂ ഇൻ വൺ പ്ലേസ് ഇൻസ്റ്റെഡ് ഓഫ് ചേഞ്ചിങ് മൾട്ടിപ്പിൾ പ്ലേസസ്. ഇപ്പോൾ ഞാൻ 30 എന്നുള്ള വാല്യൂ 3 സ്ഥലത്ത് അല്ലെങ്കിൽ 10 സ്ഥലത്ത് യൂസ് ചെയ്യണമെങ്കിൽ 30 വേരിയബിൾ കൊടുക്കണമെങ്കിൽ ഈ വേരിയബിളിൽ 1 പ്ലേസ് ചേഞ്ച് ചെയ്താൽ മതി. 10 സ്ഥലത്ത് ഈ വേരിയബിൾ പിന്നെ അപ്ഡേറ്റ് ആയിക്കോളും. ഓക്കെ, ഡയറക്റ്റ് ഹാർഡ് കോഡ് ഡയറക്റ്റ് 30 എന്ന് പറഞ്ഞ് 10 പ്ലേസിൽ കൊടുത്ത് 10 സ്ഥലത്ത് ഞാൻ ചേഞ്ച് ചെയ്തേക്കണം. അതിന് പകരം വേരിയബിൾ ഒരു 30 എന്നുള്ള വാല്യൂ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ട് എന്നിട്ട് ഈ വേരിയബിൾ നമ്മൾ 10-20 സ്ഥലത്ത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ മാത്രം ചേഞ്ച് ചെയ്താൽ മതി ഇൻ കേസ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഫിഫ്ത്തിൻ്റെ ആൻസർ വരുന്നത് സി ആണ് വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ.
ഇത് ഈസി ആയിരിക്കും ആക്ച്വലി. എന്ത് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ലേറ്റസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇത് ആക്ച്വലി വരുന്നത് സി ആണ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ തന്നെയാണ് വരുന്നത്. ഇത് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കൊടുത്തില്ലേ ഈ 30 എന്നുള്ള വാല്യൂ വേരിയബിൾക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വൽ ടു കൊടുക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്താണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആൻസേഴ്സ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് കൂത്തുർ ചെയ്യുക. കാരണം ഇത് തറവായാൽ മാത്രമേ അടുത്ത സെഷനിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഓക്കെ, സോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.